നമസ്കാരം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ പുകയുകയാണ്. അതിനിടയിൽ ADGP MR അജിത് കുമാർ ഈ തൃശൂർ പൂരം അന്വേഷിച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 1200 പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ CPIയുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ തൃശൂർ പൂരം കലങ്ങാൻ ഇടയായ സാഹചര്യം, ചില ഗൂഢാലോചനകൾ അതിന് പിന്നിലുണ്ട് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് CPIയുടെ നേതാവും LDFിൻ്റെ ലോക്സഭ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറൊക്കെ രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ADGP MR അജിത് കുമാറിന് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പല ആളുകളും ആരോപിക്കുന്നത്. PV അൻവറൊക്കെ നേരത്തെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപിച്ചിരുന്നു. എന്നാൽ ചെറിയ സംശയങ്ങൾ ഇപ്പോൾ തനിക്കുണ്ട് എന്ന മട്ടിലാണ് VS സുനിൽകുമാറും കഴിഞ്ഞ ദിവസമൊക്കെ പ്രതികരിച്ചത്. അത് പറയാനിടയായ സാഹചര്യം വേറൊന്നുമല്ല, RSS നേതാവ് ദത്താത്രേയൊക്കെ ADGP MR അജിത് കുമാർ കാണുന്ന സാഹചര്യം ഉണ്ടായി. എന്തിന് കണ്ടു RSS നേതാക്കളെ എന്ന ചോദ്യങ്ങൾ അതിശക്തമായി ഉയർന്നപ്പോൾ പോലും എന്തിനു വേണ്ടി കണ്ടു എന്നതിനെക്കുറിച്ച് പറയാൻ ADGP MR അജിത് കുമാർ തയ്യാറായില്ല. മാത്രവുമല്ല, ഇത്രയും വലിയൊരു പൂരം തൃശ്ശൂരിൽ നടന്ന അന്ന് അദ്ദേഹം ഔദ്യോഗികമായി അവധിയിലായിരുന്നു എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയാണ് അദ്ദേഹം. അത്തരം വലിയ ഒരു പൂരം നടക്കുന്ന ദിവസം അദ്ദേഹം ലീവ് എടുത്തു മാറി നിന്നത് എന്തിന് എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം പതിവ് പോലെ അവിടെ അന്നത്തെ ദിവസം എത്തിയിരുന്നു. അദ്ദേഹം തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. അന്ന് അദ്ദേഹം ഈ തൃശ്ശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളായിട്ടുള്ള സുരേഷ് ഗോപിയും BJPയും ഈ സമയം വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തണം എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. എന്തായാലും CPIയുടെ മുഖപത്രമായ ജനയുഗം ഈ റിപ്പോർട്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ജനയുഗത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതെന്ന് ഞാനൊന്ന് വായിക്കാം. തൃശൂർ പൂരം കലക്കൽ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറാണ്. ഈ ADGP MR അജിത് കുമാറിനെതിരെയാണ് ഇത്രയധികം വിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതിൽ ഈ പൂരം കലക്കിയതിൽ പങ്കുണ്ട്. അങ്കിത് അശോകിനെ കൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ പൂരം കലക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഇടപെടൽ കൊണ്ടാണ് പൂരം കലങ്ങിയതെന്ന് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ MR അജിത് കുമാർ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു എന്നത് തീർത്തും പരിഹാസ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാതെ വയ്യ. അപ്പോൾ ബാക്കി കൂടി ജനയുഗത്തിൻ്റെ വാർത്ത വായിക്കാം. ആരും പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട്. കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരമെന്നാണ് അജിത് തമ്പുരാൻ്റെ കണ്ടുപിടുത്തം. പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച SP-യുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ട്. പൂരം കലക്കൽ വേളയിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. കലക്കലിൽ പ്രതിഷേധിക്കുന്ന ഭക്തജനങ്ങളെ അജിത്ത് അഭിസംബോധന ചെയ്യുന്ന ചിത്രം. ചാരനിറമുള്ള ഷർട്ടുധാരി, ഇരു കൈകളും ലോകരക്ഷകനായ കർത്താവിനെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കും വണ്ണമുള്ള ചിത്രം. പൂര പരിപാടികളിൽ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ നിന്ന് വ്യക്തം. ADGP രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു SP ആകുന്നത് എങ്ങനെ? പൂരം എങ്ങനെ ഭംഗിയാക്കാമെന്നതിന് പകരം എങ്ങനെ കുളമാക്കാം, പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്നത് ആ വീഡിയോയിൽ കാണാം. പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകുമോ? നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനാക്കിയിട്ട് അജിത് കുമാർ നെഞ്ചുവിരിച്ച് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എൻ്റെ പൂരം കലക്കൽ റിപ്പോർട്ട്? ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഭൂഷണം എന്നാണല്ലോ ചൊല്ല് എന്നാണ് പറയുന്നത്. ജനയുഗം അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ജനയുഗത്തിൻ്റെ ഈ ഒരു വിമർശനത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ കൊണ്ട് ആ കേസ് അന്വേഷിച്ചാൽ എങ്ങനെയാണ് അയാൾ കുറ്റക്കാരനായി മാറുക, അല്ലെങ്കിൽ അയാൾക്ക് പങ്കുണ്ടെങ്കിൽ ആ പങ്ക് എങ്ങനെയാണ് പുറത്തു വരിക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ADGP MR അജിത് കുമാറിനെ കൊണ്ട് തന്നെ ആ പൂരം അന്വേഷിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് വളരെ ഒരു തെറ്റായ തീരുമാനമായി പോയി. തുടക്ക സമയത്തൊന്നും MR അജിത് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സർക്കാർ തന്നെ ADGP MR അജിത് കുമാറിനെ മാറ്റേണ്ടതായിരുന്നു. മാറ്റിയ ശേഷം ഇത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. CPIക്ക് മാത്രമല്ല CPMലെ പല അണികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ പറയുന്നത് പോലെ ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ഒരാൾ കൂടിയാണ്, ADGP ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. പക്ഷേ
അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആരോപണ ശരങ്ങളുടെ അങ്ങേയറ്റത്താണ്, മുൾമുനയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, വി എസ് സുനിൽകുമാറിൻ്റെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അതൃപ്തിയുണ്ട്. പക്ഷേ ആ അതൃപ്തി തുറന്ന് ഒരു പരസ്യ പ്രതികരണം നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് അടിക്കാൻ വടി കൊടുക്കുന്നതിന് തുല്യമാകുന്ന രീതിയിലേക്ക് മാറുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റിപ്പോർട്ട് മുഴുവൻ ഞാൻ വായിച്ചു നോക്കട്ടെ, അതിനുശേഷം എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിപ്പോൾ ഞാൻ പറയാം എന്നാണ് പറയുന്നത്. എന്തായാലും എന്തിനാണ് ADGP MR അജിത് കുമാർ ദത്താത്രേയെ കണ്ടത് എന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. അത് ദത്താത്രേയ എന്തായാലും പറയില്ല, എന്തായാലും ADGP MR അജിത് കുമാറും പറയില്ല. ഇനി വി എസ് സുനിൽകുമാറിന് അറിയാവുന്ന കാര്യങ്ങൾ വി എസ് സുനിൽകുമാർ പറയട്ടെ. അദ്ദേഹം പറയുന്നതോടുകൂടി തന്നെ ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സിറ്റി പോലീസ് കമ്മീഷണർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തൃശ്ശൂർ പൂരം പോലൊരു വലിയ പൂരമൊന്നും കലക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ലൈറ്റ് ഓഫ് ചെയ്യും, ആ വെടിക്കെട്ട് നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൈറ്റും ഓഫ് ആവുകയുമില്ല, ഒരു വെടിക്കെട്ടും നിർത്തുകയുമില്ല എന്ന കാര്യം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുള്ള, തൃശ്ശൂർ പൂരത്തെ പറ്റി നന്നായി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വ്യക്തമായ ഗൂഢാലോചന എന്തായാലും നടന്നിട്ടുണ്ട്. പൂരം കലക്കാനായിട്ട് ആരും ശ്രമം നടത്താതെ എങ്ങനെ കലങ്ങും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരൊക്കെയോ കൂടി കലക്കി എന്നത് തന്നെയാണ് വസ്തുത. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാന ലെവലിലേക്ക്, ഇലക്ഷൻ്റെ ആ ലെവലിലേക്ക് പോകുന്നതിനിടയിൽ, അതായത് ഇലക്ഷൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു സംഭവവികാസം ഉണ്ടായി മൂന്നാമത് കിടന്ന സുരേഷ് ഗോപി ഒന്നാമത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. BJPയുടെ ഇപ്പോഴത്തെ മൗനം അതും ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിച്ചാൽ ഏറെക്കുറെയൊക്കെ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. സംഘപരിവാരങ്ങളും VHPയുടെയും RSSൻ്റെയും ഒക്കെ നേതാക്കൾ അന്നേ ദിവസം ആ സമയത്ത് പെട്ടെന്ന് അവർ പ്രത്യക്ഷപ്പെട്ടതിലും ഒക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൂരപ്രേമികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് മനഃപൂർവ്വം അവിടെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. അത് അങ്കിത് അശോകിൻ്റെ മാത്രം ഒരു നടപടി പ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം സ്ക്രിപ്റ്റ് പ്രകാരം നടന്നൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്തായാലും അവിടെ നടന്നതിന് പിന്നിലൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും വ്യക്തമായിട്ടുള്ള സ്ക്രിപ്റ്റും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ഇത്രയും മാത്രം എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. തൃശ്ശൂരിൽ ഒരു തവണ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റുപോയി. പിന്നീട് അദ്ദേഹം എന്തിനാണ് മത്സരിക്കുന്നത്? നിയമസഭാ ഇലക്ഷനിൽ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ചേരുന്ന ഒന്നാണ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ നിയമസഭാ മണ്ഡലമോ കുറച്ച് പഞ്ചായത്തുകൾ മാത്രം ചേരുന്നതാണ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ട് പോലും ജയിക്കാൻ കഴിയാത്ത സുരേഷ് ഗോപിയാണ് അത് കഴിഞ്ഞു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തൊക്കെയോ ഒരു നീക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, BJPക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ സുരേഷ് ഗോപി മത്സരിച്ചത്. അവസാന ലാപ്പിലാണ് മൂന്നാം സ്ഥാനത്ത് മാത്രം തുടർന്നിരുന്ന സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത്. മുരളീധരൻ എന്തായാലും തോക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പായിരുന്നു. എന്തായാലും കോൺഗ്രസിൻ്റെ കുറേയധികം വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട്, BJPക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലും ഒരു തർക്കവുമില്ല. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും തന്നെ കാണാൻ കഴിഞ്ഞതാണ്. DCC ഓഫീസിലെ അടിയും ഇടിയും നമുക്കത് കാണിച്ചു തന്നതാണ്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന അട്ടിമറി, ആ അട്ടിമറി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിശ്വാസികളുടെ നിഷ്പക്ഷരായിട്ടുള്ള കുറേ ആളുകളുടെ വോട്ട് പൂരം കലക്കിക്കൊണ്ട്, പൂരം കലക്കിയ വിഷയത്തിൽ സുരേഷ് ഗോപി കുറേ അഭിനയങ്ങൾ കാഴ്ചവെച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്, കണ്ടെത്തി ഈ പുറം ലോകത്തെ കാണിക്കേണ്ടതുണ്ട്. തൃശ്ശൂർക്കാരുടെ വികാരത്തെയും വ്രണപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും അവിടെ അങ്ങനെ ഒരു നെറികെട്ട പൊളിറ്റിക്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർ തുറന്ന് കാട്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പോയിന്റ്. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാതെ വയ്യ. നമുക്കറിയാം, അമിത്ഷാ എന്ന് പറയുന്ന ആ ഒരു നേതാവ്, BJPയുടെ നേതാവ് എങ്ങനെയാണ് ഈ ഇലക്ഷൻ സമയത്ത് പെരുമാറിയത് എന്നൊന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ മതി. അതായത് തൃശ്ശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവുമായിരുന്നു അമിത്ഷാ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതായത് മൈക്രോ ലെവലിലും അതുപോലെ തന്നെ മാക്രോ ലെവലിലുമുള്ള ഒരു പ്രവർത്തനമാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയത്. നമുക്കറിയാം, തുടക്ക സമയങ്ങളിലൊക്കെ അതായത് ക്രൈസ്തവ വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടി അവർ ഇലക്ഷൻ ഒരു വർഷം മുമ്പ് തന്നെ പണികൾ ആരംഭിച്ചിരുന്നു. എങ്ങനെയാണ്? അതായത് മണിപ്പൂർ കത്തി എരിയുന്ന സമയത്തും ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറി, അരമനയിൽ കയറി, ക്രൈസ്തവരുടെ വീടുകളിൽ കയറി അവരെ സോപ്പിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ സ്റ്റേജ് ബൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം തൃശ്ശൂർ പൂരം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് വലിയ വോട്ട്, ആ ഭാഗത്ത് നിന്ന് ഒരുപാട് വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവസാനത്തെ ആണിയടി അതിങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് കൂടി ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും
ജനയുഗത്തിന്റെ വിമർശനം, ആ വിമർശനങ്ങളൊക്കെ ADGP MR അജിത് കുമാറും ഈ റിപ്പോർട്ടും അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം കൂടി എന്തായാലും നടത്തേണ്ടി വരും. കാരണം CPIയുടെ നേതാക്കൾ അല്ലെങ്കിൽ എന്തായാലും VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇത് വീണ്ടും അന്വേഷണം, തുടരന്വേഷണം ആവശ്യമാണ് എന്ന് എന്തായാലും പറയാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.